السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. റോമത്തിൻ്റെ ബഹുമാനരായ പണ്ഡിതന്മാരെ, മയ്യത്ത് പരിപാലനം പാർട്ട് 4. കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 4 എന്ന് പറഞ്ഞത് ദശകാണ്, 3-ാം പാർട്ടായിരുന്നു. മരണാസന്നനായ വ്യക്തിയുടെ അരികിൽ ഓതേണ്ട ചില സൂറത്തുകളുണ്ട്. വയുഖറഉ നദുബൻ ഇൻദഹു യാസീൻ. മരണാസന്നനായ വ്യക്തിയുടെ അരികിൽ യാസീൻ സൂറത്തോതൽ സുന്നത്താണ്. ലിൽ ഖബരി സഹീഹി, സഹിഹായ ഹദീസുണ്ട്. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ ഐ മൻ ഹദറഹുൽ മൗതു. മരണാസന്നന്റെ മേൽ നിങ്ങൾ സൂറത്തു യാസീനിനെ പാരായണം ചെയ്യുകയും എന്ന സഹിഹായ ഹദീസുണ്ട്. അതുകൊണ്ടാണ് ഇത് സുന്നത്താണെന്ന് പറഞ്ഞത്. മറ്റൊരു ഹദീസിലുണ്ട്, മാമിൻ മരീദിൻ യുഖ്റഉ ഇൻദഹു യാസീൻ. ഏതൊരു രോഗിയുടെ അരികിലും സൂറത്ത് യാസീൻ ഓതപ്പെട്ടാൽ ഇല്ലാ മാത്ത റയ്യാനൻ വഉദ്ഖില ഖബ്റഹു റയ്യാന, അവൻ ദാഹം ശമിച്ചവനായിട്ടല്ലാതെ മരിക്കുകയില്ല. ഖബറിലേക്ക് അവനെ പ്രവേശിപ്പിക്കപ്പെടുമ്പോഴും അവൻ ദാഹം ശമിച്ചവനായിട്ടാണ്. അതുപോലെ തന്നെ വഹുശിറ യൗമൽ ഖിയാമത്തി റയ്യാന, ഖിയാമത്ത് നാളിൽ അവനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും ദാഹം ശമിച്ചവനായിട്ടാണ്. ഇപ്രകാരം ബഹുമാനപ്പെട്ട അബീബക്കറിന് ഷാഫിഈ എന്നവരുടെ റുബാഇയ്യാത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീൻ ഓതുക എന്ന് പറഞ്ഞാൽ ഐബി തമാമിഹ, അത് പൂർണ്ണമായിട്ടും ഓതുകയാണ് വേണ്ടത്. ഇനിത്തഫഖ ലഹു ദാലിക, പൂർണ്ണമായിട്ടും ഓതാൻ സാധ്യമായി വന്നാൽ, അങ്ങനെ ഒത്തുകിട്ടിയാൽ. വഇല്ല ഫമാ തയസ്സറ ലഹു മിന്ന, ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഓതാൻ എളുപ്പമായത് സാധ്യമായത് ഓതുക. വൽ ഹിക്മത്തു ഫി യാസീൻ, സൂറത്ത് യാസീൻ ഓതുന്നതിലുള്ള ഹിക്മത്ത് ഇസ്തിമാലുഹ അല അഹ്വാലിൽ ഖിയാമത്തി വ അഹ്വാലിഹ, ഈ സൂറത്ത് ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളുടെ മേലും അതിന്റെ ഭയാനകങ്ങളുടെ മേലൊക്കെ ചുറ്റിയിട്ടുണ്ട്. അതെല്ലാം അതിൽ പറയുന്നുണ്ട്. വതഗയ്യുരി ദുനിയാ വ സവാലിഹ, ദുനിയാവിന്റെ പകർച്ചയും ദുനിയാവ് നീങ്ങിപ്പോവുകയും ചെയ്യുമെന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നു. നഈമുൽ ജന്നത്തി വ അദാബി ജഹന്നമ, നരകശിക്ഷയെ സംബന്ധിച്ചും സ്വർഗ അനുഗ്രഹത്തെ സംബന്ധിച്ചുമൊക്കെയും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫയതദക്കറു ബിഖിറാഅത്തിഹാ തിൽക്കൽ അഹ്വാലൽ മൂജിബത ലിസബാത്തി, അപ്പോ അവൻ ഇത് പാരായണം ചെയ്യുമ്പോൾ ആലോചിക്കും, ഈ അവസ്ഥകളെ ആലോചിക്കുമ്പോൾ അവനക്ക് ഒരു സ്ഥിരത ലഭിക്കും അവന്റെ ഈമാനിൽ. അപ്പോ അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സൂറത്ത് യാസീൻ ഓതുന്നതിലുള്ള ഹിക്മത്ത്, അത് സുന്നത്താകാനുള്ള ഹിക്മത്ത്. അതോടൊപ്പം വറവൽ ആജുരി ഫി നസീഹത്തി അൻ ഉമ്മി ദർദാഇ റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മാമിൻ മയ്യിത്തിൻ യുഖ്റഉ ഇൻദഹു യാസീൻ, മരണാസന്നനായ ഏതൊരു വ്യക്തിയുടെയും അരികിൽ സൂറത്ത് യാസീനിനെ ഓതപ്പെടുകയില്ല. ഇല്ല ഹവ്വൻ അല്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ മേൽ എളുപ്പമാക്കിയിട്ടല്ലാതെ മരണം. അപ്പോ സൂറത്ത് യാസീൻ ഓതണം. അത് ഓതേണ്ടത് യുസ്തഹബ്ബു ഖിറാഅത്തുഹ ഇൻദഹു ജഹ്റ, സൂറത്ത് യാസീൻ അവന്റെ അടുക്കൽ ഓതേണ്ടത് ഉറക്കനെയാണ്, ജഹ്റാക്കിയിട്ടാണ് ഓതേണ്ടത്. അതുപോലെ തന്നെ സൂറത്തു റഅദ്
ഓതലും സുന്നത്തുണ്ട്. കനലി അന്നഹ തുസഹിലു റൂഹ്, റൂഹ് പുറപ്പെടലിനെ എളുപ്പമാക്കും അത് എന്നാണ്. ഈ റഅദ് സൂറത്തിലുണ്ട് ലഹു മുഅഖിബാത്തുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ് എന്ന ആയത്തതിലുണ്ട്. അതുകൊണ്ട് ഈ സൂറത്തിന് ഓതൽ പ്രത്യേകം സുന്നത്തായതാണ് എന്ന് ബഹുമാനപ്പെട്ട അബു ശഅസ താബിഇയ്യു അൽ കബീറു എന്നവര് പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫ ശർവാനി സഹിതം 393 94, ഷർഹുൽ മുഹദ്ദബ് 4108, ഷർവാനിയും 393 94, അതുപോലെ തന്നെ റൗളു താലിബ് 1243, അതുപോലെ അന്നജ്മുൽ വഹാജ് 312, അസ്നൽ മത്താലിബ് 296, അൽ ബയാനു ഫി മദ്ഹബിൽ ഇമാം ശാഫിഈ എന്ന ഗ്രന്ഥത്തിന്റെ 312, ദുറുൽ മൻസൂർ ഇമാം സുയൂത്ത് തങ്ങളുടെ ഗ്രന്ഥമാണ് 480. റഅദ് സൂറത്ത് ഓതുമ്പോ യുസ്തഹബ്ബു ഖിറാഅത്തുഹാ സിർറൻ, അത് പതുക്കെയാണ് ഓതേണ്ടത്. യാസീൻ ഉറക്കനെയും റഅദ് സൂറത്ത് പതുക്കനെയുമാണ് ഓതേണ്ടത്. വലൗ അമറഹുൽ മുഹ്തദിറു ബിൽ ഖിറാഅത്തി ജഹ്റൻ ലിഅന്ന ഫീഹി സിയാദത ഇലാമിൻ ലഹു, ഈ മരണാസന്നൻ അത് ഉറക്കനെ ഓതണം എന്ന് കൽപ്പിച്ചാൽ പോലും പതുക്കനെയാണ് അത് ഓതേണ്ടത് എന്ന് ജമല് 2138 കാണാം. അതുപോലെ ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. മരണാസന്നനായ വ്യക്തിക്ക് വെള്ളം കുടിക്കാൻ നൽകൽ സുന്നത്താണ്. ഖാലൽ ജീരിയു യുസ്തഹബ്ബു തജ്രീഉൽ മുഹ്തദിരി മാഅൻ, മരണാസന്നനായ വ്യക്തിക്ക് വെള്ളത്തെ കുടിക്കാൻ നൽകൽ സുന്നത്താണ്. കാരണം ഫഇന്നൽ അത്സ യഗ്ലിബു മിൻ ശിദ്ദത്തിൻ നസഇ, റൂഹ് കുടിക്കുന്നതിന്റെ കാഠിന്യത്താൽ ദാഹം അവൻക്ക് കരസലാകും. ഫയുഖാഫു മിൻഹു ഇസ്ലാലു ശൈത്താൻ, അപ്പോ അവനെ സംബന്ധിച്ച് പേടിക്കപ്പെടേണ്ടതാണ് ശൈത്താൻ അവനെ വഴിപഴപ്പിക്കുമെന്ന്. കാരണം ഇത് വറദ അന്നഹു യഅതി ബിമാഇൻ സുലാലി, ശൈത്താൻ മരണാസന്നനായ വ്യക്തിയുടെ അടുത്തേക്ക് വരും തണുത്ത ശുദ്ധമായ വെള്ളവുമായിട്ട്. യഖൂലു ലഹു, എന്നിട്ട് ശൈത്താൻ അവനോട് പറയും, പിശാച് പറയും, ഖുൽ ലാ ഇലാഹ ഗൈരി ഹത്താ ഹസ്തിയക, നീ ഞാനല്ലാതെ വേറെ ഇലാഹില്ല എന്ന് പറയ്, എങ്കിൽ നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാം. ഇത് ഈ സമയത്ത് അവൻ വന്ന് പറയും എന്നാണ്. നസ്അലുല്ലാഹു തആല അസ്സബാത ഇൻദൽ മൗതി ബിമുഹമ്മദിൻ വആലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മരണസമയത്ത് റസൂലുള്ളാഹിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ഹഖ് കൊണ്ട് സ്ഥിരതയെ നമ്മെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വെള്ളം കുടിക്കാൻ നൽകല് സുന്നത്താണ് എന്ന് പറഞ്ഞത് അത് അവനിൽ നിന്ന് ഈ വെള്ളത്തിലേക്ക് ഉള്ള ആവശ്യമാണെന്ന് അറിയിക്കുന്ന അടയാളങ്ങളൊന്നും പ്രകടമാകാത്തപ്പോഴാണ്. അവനക്ക് വെള്ളത്തെ കുടിപ്പിക്കപ്പെടണം സുന്നത്തായ നിലക്ക്. ബൽ ഉജൂബൻ ഇൻ ലഹറത്ത് അമാറത്തും തദുല്ലു അല ഇഹ്തിയാജിഹി ലഹു, വെള്ളത്തിലേക്ക് ആവശ്യമാണെന്നതിന്റെ മേൽ അറിയിക്കുന്ന അടയാളം പ്രകടമായാൽ അത് ഉജൂബാണ് നൽകല്. കൈ യഫ്റഹ ഇദാ ഫുഇല ബിഹി ദാലിക, വെള്ളം കൊടുക്കുന്നത് കാണുമ്പോൾ അവനക്ക് സന്തോഷം ഉള്ളത് നമ്മൾ കാണുക. അങ്ങനെ സന്തോഷം ഉണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ആവശ്യമുണ്ട് എന്നാണ്. അപ്പൊ അത് കൊടുക്കൽ ഉജൂബാണ്. തുഹ്ഫ 394, അസ്നൽ മത്താരിബ്
296, ഫത്ഹുൽ ജവാദ് 1342, അന്നജ്മുൽ വഹാജ് ബിശർഹിൽ മിൻഹാജ് 312. ഇമാം ദമീരി തങ്ങൾ പറയുന്നത് ഈ മരണാസന്നനായ വ്യക്തിയുടെ അരികിൽ വെച്ചുകൊണ്ട് കരയാതിരിക്കല് ആണ് ഏറ്റവും നല്ലത് എന്നാണ്. അസ്നുൽ മത്താലിബ് 296 ജമല് 214 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മരണാസന്നനായ വ്യക്തിക്ക് വുളൂഅ് ഉണ്ടായിരിക്കൽ വളരെ നല്ലതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുന്നു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം യഹ്ദുറു മൻ മാത അലാ തഹാറത്തി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്ന് ശുദ്ധിയുടെ മേൽ മരിക്കുന്നവർക്ക് അവരുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം സന്നിഹിതമാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൽയഹ്രിസിൽ മരീദു വമൻ ഹദറഹു അലാ തഹാറത്തിഹി, രോഗിയും രോഗിയുടെ അടുത്ത് ഹാജറുള്ളവരൊക്കെ ഈ രോഗി ശുദ്ധിയുള്ളവനാകലിന്റെ മേൽ ആർത്തി ഉള്ളവരായിക്കൊള്ളട്ടെ. ഫത്ഹുൽ അലം 3:154, ബിറിയ 84. എന്നാൽ ജമല് 2:138 കാണാം, ഖദ് ദല്ലത്തിൽ അഹാദീസു, ഹദീസുകൾ അറിയിച്ചിരിക്കുന്നു, അലാ അന്ന ജിബ്രീൽ അലൈഹിസ്സലാം, നിശ്ചയം ജിബ്രീൽ അലൈഹിസ്സലാം യഹ്ദുറു ഹാജറാകും മൗത കുല്ലി മുഅ്മിനിൻ, ഏത് സത്യവിശ്വാസി മരിക്കുന്നിടത്തും ജിബ്രീൽ അലൈഹിസ്സലാം ഹാജറാകും. മാലം യകുൻ ജുനുബ, അവൻ ജനാപത്തുകാരനായിട്ടില്ലെങ്കിൽ, വലിയ അശുദ്ധി ഉള്ളവനല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഏത് സത്യവിശ്വാസി മരിക്കുമ്പോഴും ഹാജറാകും എന്നതിന്റെ മേൽ ഹദീസുകൾ അറിയിച്ചിരിക്കുന്നു. ജമല് 2:138. എന്നാലും വുളൂ ഉണ്ടാവൽ നല്ലത് തന്നെയാണ്. വലിയ അശുദ്ധിയുള്ള ആളുകൾ ഈ മരണാസന്നനായ വ്യക്തിയുടെ അരികിൽ ഉണ്ടെങ്കിൽ മാറി നിൽക്കൽ നല്ലതാണ്. ഖാല ഫി റൗനഖി വല്ലുബാബി ലാ യജൂസു ലിൽ ഹായിദി അൻ തഹ്ദുറൽ മുഹ്തദിറ, ഹായിദിന് മരണാസന്നനായ വ്യക്തിയുടെ അടുത്ത് ഹാജറാവൽ ജായിസല്ല എന്ന് പറഞ്ഞാൽ കറാഹത്താണ് എന്ന ആ അർത്ഥത്തിൽ. വഹിയ ബിൻ നസ്ഇ, ഈ രോഗി റൂഹിനെ പിടിക്കുന്ന മരണ ആ ഘട്ടത്തിലാണ്, ആ സന്ദർഭത്തിൽ. وكأن السبب في ذلك ما تقدم إن الملائكة لا تدخل بيتا فيه كلب ولا صورة ولا جنب. മലക്കുകൾ അവര് നായ ഉള്ള വീട്ടിലോ സൂറത്തുള്ള രൂപങ്ങളുള്ള വീട്ടിലോ ജനാപത്തുകാരുള്ള വീട്ടിലോ പ്രവേശിക്കുകയില്ല എന്ന ഹദീസ് ഉണ്ടല്ലോ, അതാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. നജ്മുൽ വഹാജ് 3:12. മുഅ്നി ഉദ്ധരിക്കുന്നത് വയുക്റഹു ലിൽ ഹായിദി അൻ തഹ്ദുറൽ മുഹ്തദിറ, ഹൈദുകാരിക്ക് മരണാസന്നനായ ആളുടെ അടുത്ത് ഹാജറാകൽ കറാഹത്താണ്. വഹുവ ബിൻ നസ്ഇ, ഈ വ്യക്തി റൂഹിനെ പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ. ബിമാ വറദ അന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീ കൽബുൻ വലാ സൂറത്തുൻ വലാ ജുനുബുൻ, ഈ ഹദീസ് കാരണമായിട്ടാണ് അത് കറാഹത്താണെന്ന് പറയുന്നത്. വയൂഖദു മിൻ ദാലിക, ഈ ഹദീസിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും, അന്നൽ കൽബ വസൂറത വഗൈറൽ ഹായിദി മിമ്മൻ വജബ അലൈഹിൽ ഗുസ്ലു മിസ്ലഹ, ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും നായ, അതുപോലെ തന്നെ രൂപം,
അതുപോലെ തന്നെ കുളി നിർബന്ധമുള്ള ഏതൊരാളും, ഹൈദുകാരി അല്ലാത്ത കുളി നിർബന്ധമുള്ള ഏതൊരാളും മിസ്ലുഹ, ഇവളെ പോലെ തന്നെയാണ്, ഹൈദുകാരിയെ പോലെ തന്നെയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. അവിടെ ഷെർവാനി വീണ്ടും പറയുന്നു, നേരത്തെ വായിച്ച നജ്മുൽ വഹാദിന്റെ ആ ഉദ്ധരണിയിൽ പറഞ്ഞ ഹായിദിന് മുഹ്തദിറിന്റെ അരികിൽ ഹാജറാവൽ ജായിസ് അല്ല എന്ന് ഈ ഗ്രന്ഥത്തിലുണ്ട്, ഈ രണ്ട് ഗ്രന്ഥത്തിലുമുണ്ട്. ബദല യുക്രഹു, യുക്രഹുവിന്റെ സ്ഥാനത്ത് ലായജൂസു എന്നാണ്. ലായജൂസു ജവാസ മുസ്തബി തർഫ്. അപ്പൊ അവിടെ രണ്ടു തെറുപ്പും സമമായ ജായിസാകൽ എന്ന അർത്ഥത്തിലുള്ള ജായിസ് അല്ല. അപ്പൊ ഒഴിവാക്കൽ നല്ലതാണ്, കറാഹത്താണ് ഹാജറാവല് എന്ന അർത്ഥത്തിൽ. ഹൈദ് ഉള്ള പെണ്ണ്, നിഫാസുള്ള പെണ്ണ്, അതല്ലെങ്കിൽ കുളി നിർബന്ധമുള്ളവർ, ഇവരൊക്കെ മരണാസന്നന്റെ അരികെ ഹാജറാവൽ കറാഹത്താണെന്ന് മുഗ്നിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും തുഹ്ഫയുടെ ഇബാറത്തിൽ നിന്ന് അത് കറാഹത്തില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. തുഹ്ഫന്റെ ഇബാറത്ത് വായിക്കാം. മരണാസന്നന്റെ അരികെ ഹൈലുള്ള പെണ്ണ് ഹാജറാവൽ ഹറാമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മസാഇൽ മൻസൂറ, മസാഇൽ മൻസൂറയിൽ വരാൻ പോകുന്നുണ്ട് മാ യറുദ്ദുഹു, ഈ ഹറാമാണെന്ന വാദത്തെ തടയുന്ന ഒന്ന്. 394 മസായിലു മൻസൂറയിൽ പറയുന്നത് 384 വയഗ്സിലുൽ ജുനുബ് വൽ ഹായിദ്, ജനാബത്തുള്ള വ്യക്തി അതുപോലെ തന്നെ ഹൈദുള്ളവള്, വമിസ്ലുഹുമൻ നുഫസാഉ, ഇവരെ പോലെ തന്നെ നിഫാസുള്ളവർ, അവരൊക്കെ കുളിപ്പിക്കണം അൽ മയ്യിത്ത, മയ്യത്തിനെ ബിലാ കറാഹത്തിൻ, കറാഹത്ത് കൂടാതെ തന്നെ അവർക്ക് കുളിപ്പിക്കാം. അവർ കുളിപ്പിക്കൽ കറാഹത്തില്ല. ലി അന്നഹുമാ താഹിറാനി, കാരണം അവർ രണ്ടുപേരും ശുദ്ധിയുള്ളവരാണ്. വഫീഹി, അപ്പൊ ഇവര് കുളിപ്പിക്കൽ കറാഹത്തില്ല എന്ന് പറഞ്ഞതിലുണ്ട് തദ്ഈഫുൻ ലിമാ ഖാലഹുൽ മഹാമിലി, ഇമാം മഹാമിലി പറഞ്ഞ റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒന്നിനെ ലഈഫാക്കലുണ്ട്. അതെന്താ പറഞ്ഞത്? മിൻ ഹുർമത്തി ഹുദൂരിഹിമാ ഇൻദൽ മുഹ്തദിൽ, ഹായിദ് അതുപോലെ തന്നെ ജനാബത്തുകാരി, ജനാബത്തുള്ളവർ, അതുപോലെ തന്നെ നിഫാസുള്ളവരൊക്കെ മരണാസന്നരുടെ അരികിൽ ഹാജറാവൽ ഹറാമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിനെ ലഈഫാക്കലുണ്ട് ഈ പറഞ്ഞതില്. അതുപോലെ തന്നെ മലായികത്തി റഹ്മത്തി, റഹ്മത്തിന്റെ മലക്കുകളെ ഇവ രണ്ടുപേരും തടയുന്നു, ജനാബത്തുള്ളവര് ഹായിദൊക്കെ തടയുന്നു എന്ന മഹാമിലി ഇമാമിന്റെ ന്യായത്തെയും ലഈഫാക്കൽ ഇതിലുണ്ട്. കാരണം ഇത് ലൗ നുദിറ ലിദാലിക ലഹറമ തഗ്സീലുഹുമാ, ഈ ഹാജറാവൽ ഹറാമാണെന്ന് വന്നാൽ ഇവ രണ്ടുപേരും കുളിപ്പിക്കലും ഹറാമാണെന്ന് പറയേണ്ടി വരുമോ ഈ മയ്യത്തിനെ? അയ്വൻ വലാ ഖായില ബിഹി, അങ്ങനെ പറയുന്ന നമ്മുടെ ഇമാമുകൾ ആരും തന്നെ ഇല്ല. പിന്നെ തവഹ്ഹുമു ഫർഖിൻ ബൈനൽ മുഹ്തദിരി വൽ മയ്യിത്തി ലാ യുജ്ദി, മയ്യത്തിന്റെയും മരണാസന്നന്റെയും ഇടയിൽ ഒരു ഫർക്കിന്, ഒരു വ്യത്യാസത്തെ ഊഹിക്കല്, അത് യാതൊന്നിനെയും ഫായിദ വെപ്പിക്കുന്ന കാര്യമല്ല. അതിൽ പ്രത്യേകിച്ച് ഫായിദൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ലിഹ്തിയാജി കുല്ലിൻ, മരണാസന്നനും മയ്യത്തും ഒക്കെ ആവശ്യമുള്ളവരാണ് ഇലാ ഹുദൂരി മലായികത്ത് റഹ്മത്തി, റഹ്മത്തിന്റെ മലക്കുകൾ ഹാജറാകൽ കൊള്ളെ. അവിടെ ഇപ്പോ മരണാസന്നന് എന്നോ മയ്യത്ത് കുളിപ്പിക്കാൻ കിടത്തിയ മയ്യത്ത് എന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും റഹ്മത്തിന്റെ മലക്കുകളിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവിടെ ഫർക്ക് പറയാൻ വയ്യ. മരണാസന്നനാവുമ്പോ പിന്നെ കറാഹത്ത്, കുളിപ്പിക്കുന്ന വ്യക്തിയാവുമ്പോ കറാഹത്തില്ല, അങ്ങനെ പറയാൻ പറ്റൂല. അപ്പോ ഇവർക്ക് കുളിപ്പിക്കൽ കറാഹത്തില്ല, അത് മറ്റുള്ളവരുണ്ടെങ്കിൽ പോലും കറാഹത്തില്ല.
ജനാപത്തുകാരോ ഹൈദുള്ളവരോ ഒന്നും ഇല്ലെങ്കിൽ പോലും, അല്ലാത്തവരുണ്ടെങ്കിൽ പോലും അവർ കുളിപ്പിക്കൽ കറാഹത്തില്ല. ഖാനൽ ബസരി, ഇവിടെ ഷർവാനി ഉദ്ധരിക്കുകയാണ്, ബസരി പറയുന്നു ലാക്കിൻ യദ്ഹറു അന്നഹു ഖിലാഫുൽ ഔല, എങ്കിലും ഇവർ കുളിപ്പിക്കൽ ഖിലാഫുൽ ഔലയാണെന്ന കാര്യം വാഹിറാണ്. ലിൽ ഹദീസിലാത്തി, വരാൻ പോകുന്ന ഹദീസിന് വേണ്ടി. അതെന്താണ്? റഹ്മത്തിന്റെ മലക്കുകൾ ജനാപത്തുകാരോ അതുപോലെ തന്നെ ഹായിദൊക്കെ ഉള്ള വീട്ടിലേക്ക് പ്രവേശിക്കൂല എന്ന് പറഞ്ഞ ആ ഹദീസിന് വേണ്ടിയിട്ട്. അപ്പൊ ചുരുക്കത്തില് കറാഹത്തില്ല, ഖിലാഫുൽ ഔലയാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ മുഗ്നി കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തുഹ്ഫയുടെ ഇബാറത്തിന്റെ ഒക്കെ ലാഹിറ് കറാഹത്തില്ല, ഖിലാഫുൽ ഔലയാണ് എന്നാണ്. വല്ലാഹു അഅലം ബിസ്സവാബ്. ഷർവാനി 384. يتحقق الموت بخروج الروح عن الجسد وتوقف نبضات القلب. ഹൃദയമിടിപ്പ് നിൽക്കൽ കൊണ്ടും ശരീരത്തിനെ തൊട്ട് റൂഹ് പുറപ്പെടൽ കൊണ്ടും മരണം ഉറപ്പാകും. لذلك يندب لأرفق الناس من محارمه تولي أموره لوصول شفقته. ഇങ്ങനെ മരണം ഉറപ്പായി കഴിഞ്ഞാൽ അവന്റെ വിവാഹം നിഷിദ്ധമായ ആ വ്യക്തിയുടെ ബന്ധുക്കളിൽ നിന്ന് ഏറ്റവും കൃപയുള്ള വ്യക്തി, ഇവനോട് ഏറ്റവും കൃപയുള്ളവർ അവന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം. വയതവല്ല ദിജാലു ശൂന ദിജാലി, പുരുഷന്മാരായ മരണപ്പെട്ടവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണം. വന്നിസാവു ശൂന നിസായി, പെണ്ണുങ്ങളുടെ കാര്യങ്ങളും ഏറ്റെടുക്കണം. ഇനി വജൂസുൽ ദിജാലിൽ മഹാരിമി അയതവല്ലൗ ശൂനൻ നിസായിൽ മഹാരിമി, വിവാഹബന്ധം നിഷിദ്ധമുള്ള പുരുഷന്മാർക്ക് അവരുടെ വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീകളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാം. അൽ മുഅ്തമദു ഫിൽ ഫിഖ്ഹി ശാഫിഈ എന്ന ഗ്രന്ഥത്തിന്റെ 601. ഇദാ മാതൽ മയ്യിതു ഉസ്തുഹിബ്ബ യുഫ്അല ബിഹി സബ്അതു അശ്യാ, ഒരു വ്യക്തി മരണപ്പെട്ടാൽ 7 കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യൽ സുന്നത്താണ്. ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത് അവന്റെ അഹിൽകാരിൽ നിന്ന് അവനോട് ഏറ്റവും കൃപയുള്ളവരാണ്. ഇമ്മാ വലതുഹു ഔ വാലിദുഹു, ഒന്നുകിൽ അവന്റെ വാലിദ്, അവന്റെ മക്കള്, അതല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കൾ ആരെങ്കിലും. ഇഗ്മാബു ഐനൈഹി ബി അസ്ഹലി മാ യഖ്ദുറു അലൈഹി, പരമാവധി കഴിവാകുന്ന ആപതാകുന്ന ഏറ്റവും എളുപ്പമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരുടെ 2 കണ്ണിനെയും അടക്കുക. ലിമാ റവത്തു ഉമ്മു സലമത്ത് എന്നവര് റിവായത്ത് ചെയ്ത ഹദീസുണ്ട്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്മദ അബാ സലമത്ത ലമ്മാ മാത്ത, അബൂ സലമത്ത് എന്നവര് മരണപ്പെട്ടപ്പോ അവരുടെ കണ്ണിനെ ചിന്തിപ്പിച്ചു. വഖാല ഇന്നൽ ബസറ യത്ബഉ റൂഹ, റസൂലുള്ളാഹി പറഞ്ഞു കണ്ണ് റൂഹിനോട് പിന്തുടരും. മാത്രമല്ല വലി അന്നഹു ഇദാ ലം യഫ്അൽ ദാലിക ബഖിയത്ത് ഐനാഹു മഫ്തുഹതൈനി, ഇങ്ങനെ 2 കണ്ണും അടച്ചില്ലെങ്കിൽ അവന് 2 കണ്ണും തുറക്കപ്പെട്ടതായിട്ട് അവശേഷിക്കും. ഖബുഹ മൻറുഹു, അപ്പൊ അവനെ നോക്കുന്ന സ്ഥലം മോശമാവും. അപ്പൊ കാണുമ്പോൾ ഒരു കാണാൻ മോശമായ രൂപത്തിലേക്ക് ഉണ്ടാവുക. വൈദാ ഉമ്മിള ബഖിയ കന്നാരി, വൈദാ ഉഖിമിളത ബഖിയ കന്നാരി, ആ 2 കണ്ണും അടച്ചു കഴിഞ്ഞാൽ അവൻ ഉറങ്ങുന്നവനെ പോലെ അവശേഷിക്കും. അൽ ബുഞ്ഞാനു ഫി മദ്ഹബി ശാഫിഈ 3:13, തുഹ്ഫ 3:95, ശർഹുൽ മന്നജ് 2:39. ബഹുമാനപ്പെട്ട അബൂ സലമത്ത് എന്നവരെ കൊണ്ട് റസൂലുള്ളാഹി ചെയ്തു. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലഹു ബി അബീ സലമത്ത, റസൂലുള്ളാഹി അബൂ സലമയെ
കണ്ണ് ചിമ്മിപ്പിക്കുക എന്ന കാര്യം ചെയ്തു. ലമ്മ ഷഖ ബസറുഹു ഐ ഷഖസ, ബഹുമാനപ്പെട്ടവരുടെ കണ്ണിങ്ങനെ ഉയർന്നു നിന്നപ്പോ വഖാല ഇന്ന റൂഹ ഇദാ ഉബിള തബിഅഹുൽ ബസർ, റൂഹിനെ പിടിക്കപ്പെടുമ്പോ കണ്ണ് അതിനോട് പിന്തുടരും. സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി എന്ന് റസൂൽ ദുആക്കും ചെയ്തു എന്നാണ് ഷർവാനി സഹിതം ഇങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്. വയുസന്നു ഹീനഇദിൻ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ കണ്ണ് അടച്ചു കൊടുക്കുമ്പോ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൽ സുന്നത്താണ്. വഇൻദ ഹംലിഹി, മയ്യത്തിനെ ചുമക്കുമ്പോ പറയണം ബിസ്മില്ലാഹ് എന്ന് പറയണം. ഈ മരണപ്പെട്ട വ്യക്തിയെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കുമ്പോൾ ബിസ്മില്ലാഹ്. യുസബ്ബിഹു മാദാമ യഹ്മിലുഹു ഇലൽ മുഖ്തസലി വനഹ്ദിഹി, അങ്ങനെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് തസ്ബീഹ് ചെയ്യ സുബ്ഹാനല്ലാഹ്. എപ്പോ മാദാമ യഹ്മിലുഹു ഇലൽ മുഖ്തസലി വനഹ്ദിഹി, കുളിപ്പിക്കുന്ന സ്ഥലത്തിലേക്കും അതുപോലെയുള്ളതിലേക്കൊക്കെ ഓനെ ചുമക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തസ്ബീഹ് ചെയ്യുക. തുഹഫ 395. عن بكر بن عبد الله التابعي قال إذا أغمضت الميت فقل, മയ്യത്തിന്റെ കണ്ണ് നീ അടച്ചു കൊടുക്കുമ്പോ നീ പറഞ്ഞോ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇദാ ഹമൽതഹു ഫഖുൽ ബിസ്മില്ലാഹ് സുമ്മ സബ്ബിഹ് മാ ദുംത തഹ്മിലുഹു. ചുമന്നു കഴിഞ്ഞാൽ പിന്നെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയാണ് വേണ്ടത്. മാദുംത തഹ്മിലുഹു, അവനെ ചുമക്കുമ്പോഴൊക്കെ. 145. വഖദ് ഖീല ഇന്നൽ ഐന അവ്വലു ഷൈഇൻ യഖ്റുജു മിൻഹു റൂഹ്, റൂഹ് ആദ്യം പുറപ്പെടുക കണ്ണിൽ നിന്നാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവ്വലു ഷൈഇൻ യസ്റഉ ഇലൈഹിൽ ഫസാദു, കണ്ണിലേക്കാണ് നശിക്കൽ ആദ്യമായി ഉടരി വരികയും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് കണ്ണ് വേഗം അടക്കണം. സർവാനി 395. വലാഹിറു കലാമിഹിം അന്നൽ മരീദ ലാ യുസന്നു ലഹു തഗ്മീദു ഐനി നഫ്സിഹി ഖബല മൗതിഹി, രോഗിയായ വ്യക്തിക്ക് സ്വന്തം കണ്ണിനെ അടച്ചു വെക്കുക, അത് മരണത്തിന് മുമ്പ് സുന്നത്തൊന്നുമില്ല. വൈൻ അംകന ബിലാ മശഖത്തിൻ, പ്രയാസം കൂടാതെ ഓനക്ക് കണ്ണടക്കൽ സൗകര്യമാണെങ്കിൽ പോലും അത് സുന്നത്തില്ല. ലാക്കിൻ ബഹ്സ ബഅദുഹും നദ്ബഹു, എങ്കിലും ചില പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അവൻക്കത് സുന്നത്തുണ്ട്. ഇല്ലം യഹ്ദുറു ഇൻദഹു മൻ യതവല്ലാഹു, ഇത് ഏറ്റെടുക്കാൻ പറ്റിയ ആരും അവന്റെ അടുത്ത് ഹാജറില്ലെങ്കിൽ സ്വന്തം തന്നെ അത് ചെയ്യല് അവൻക്ക് സുന്നത്താണെന്ന് ചില പണ്ഡിതന്മാരൊക്കെ ബഹ്സ് ചെയ്തിട്ടുണ്ട്. ജമല് 139, 145.